മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ കുന്നംകുളത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് ശരിയായില്ല, അത് മോശമായി പോയി എന്ന് കെ സുധാകരൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. എപ്പോഴാണ് ഈ ദൃശ്യം വന്ന് ഓർമ്മയുണ്ടോ? എത്ര മണിക്കാ? അതിനുശേഷമാണ് ഓണസദ്യ എന്തായാലും. അല്ല, അത് കൃത്യമാണോ? അതെ അതെ, കറക്റ്റ്. ദൃശ്യം വന്നത് എത്ര മണിക്കാ? ദൃശ്യം വന്നത് ഞാൻ അറിഞ്ഞു വിളിച്ചു കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് രാവിലെ യാത്ര കൊണ്ടായിരുന്നു. നമുക്കറിയാലോ, അതിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. സുധാകരൻ്റെ ശൈലിയും സതീശൻ്റെ ശൈലിയും രണ്ടും രണ്ടാണ്. നേരത്തെ വിളിച്ച ഓണസദ്യക്ക് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. സുധാകരനെയാണെങ്കിൽ വിളിക്കുകയില്ല, അദ്ദേഹം പോവുകയില്ല. രണ്ട് ശൈലി വ്യത്യാസമാണ് നമുക്കെല്ലാവർക്കും. നമ്മളെ ചർച്ച ചെയ്തിട്ടില്ല, ആ വിഷയം പെട്ടെന്നായതുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല. കാര്യം സുധാകരൻ അങ്ങനെ പറഞ്ഞത് പരിശോധിക്കുമോ എന്താണ് കാരണം? ഏതായാലും സദ്യ ഉണ്ട് കഴിഞ്ഞത്, ഇനി പരിശോധിക്കുന്നതിൽ അല്ല, അതിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതങ്ങനെ ചെയ്തായിരുന്നു. കെ സുധാകരനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചില. ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്ത് വരുള്ള കോൺഗ്രസ് വളരെ വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ്. അതിലെ ശൈലിയെ സംബന്ധിച്ചും ഈ ഒരു കാര്യത്തിലെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് പോലും പ്രവർത്തകർക്ക്, ജനങ്ങൾക്ക്, അനുഭാവികൾക്ക്, അണികൾക്ക്, അതിനേക്കാൾ അനുഭാവികൾക്ക് അവരുടേതായ പ്രതികരണം ഉണ്ടാകും. ദാറ്റ്സ് ഓവർ. മറ്റൊന്ന്, അതിൽ ഇന്നലെ കെ സുധാകരൻ തന്നെ പറഞ്ഞൊരു കാര്യം, ഈ വിഷയം ഏറ്റെടുക്കുന്നതിൽ ഒരു വൈകലുണ്ടായി എന്ന് അദ്ദേഹം ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നുള്ളത്. ഇത് നേതൃത്വത്തിൻ്റെയൊക്കെ ശ്രദ്ധയിൽ വന്നതാണല്ലോ വിഷയം. അതെനിക്കറിയില്ല. ഞാൻ തൃശ്ശൂരിൽ പോയിരുന്നല്ലോ. ഞാൻ പോയി അന്വേഷിച്ചപ്പം അവർ തൃശ്ശൂരിലെ ജില്ലാ കോൺഗ്രസ് നേതൃത്വവും അവിടുത്തെ യൂത്ത് കോൺഗ്രസും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. സംസ്ഥാന തലത്തിൽ അത് ഏറ്റെടുക്കുന്നതിൽ ഒന്ന് ഇത്ര ഗൗരവത്തിൽ ആരും തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ പരാതിക്കാരൻ്റെ ഒരു മനസ്സുറപ്പാണ്, ഒരു നിശ്ചയദാർഢ്യം. അദ്ദേഹത്തെ സഹായിക്കാൻ അവിടെ വർഗീസും അവിടുത്തെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റ് ഒരു അഭിഭാഷകൻ തന്നെ രാജീവ്, അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഞാനന്ന് ഏതായാലും സംസ്ഥാനത്തെ KPCCയുടെ ചുമതലയിൽ ഉണ്ടായിരുന്നില്ല. ആരുടെയൊക്കെ അറിവിലേക്ക് ഇത് കൊണ്ടുവന്നു എന്നെനിക്കറിയില്ല. ഏതായാലും അവിടുത്തെ നേതൃത്വം, ലോക്കൽ നേതൃത്വം, ഞാൻ തൃശ്ശൂരിലെ ജില്ലാ നേതൃത്വത്തോടെ അന്വേഷിച്ചപ്പോൾ അവർ സജീവമായിട്ടുണ്ടായിരുന്നു. സംതൃപ്തമാണ് എന്ന് ചോദിച്ചു. എന്തെങ്കിലും സഹായത്തിൻ്റെ പ്രത്യേക ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം ഓക്കെ എന്നാണ്. നിയമ പോരാട്ടത്തിൻ്റെ സാമ്പത്തിക വശം ഉൾപ്പെടെ അവരത് കൈകാര്യം ചെയ്യുന്നുണ്ട്.